എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി 1 സങ്കീർത്തനം 4 വാക്യം. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ. ദുഷ്ടന്മാരുടെ ജീവിതം മരുപ്രദേശത്തെ മുൾച്ചെടി പോലെയെന്ന് പ്രവാചക പുസ്തകങ്ങളിലും, പുറത്ത് കളഞ്ഞ് ദഹിപ്പിച്ച് കളയുന്ന കൊമ്പ് പോലെയെന്ന് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുഷ്ടന്മാർ നിഷ്ഫലവും നിഷ്പ്രയോജനവും ഉള്ളവരെന്ന് കാണിക്കുവാനാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടന്റെ ജീവിതം കഴമ്പില്ലാത്തതാകിയാൽ പതിര് പോലെയാണ്. അതുകൊണ്ട് തന്നെ വികാരത്തള്ളലാകുന്ന കാറ്റിൽ പറന്ന് നശിച്ചു പോകുന്നു. ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് വേരും ഫലവും ജീവനുമുള്ളപ്പോൾ പതിരിന് വേരില്ല, ഫലമില്ല. അതുകൊണ്ട് തന്നെ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നുമില്ല. പതിര് കാറ്റിനനുസരിച്ച് പറന്ന് നടക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, നാം കതിരാണോ ഫലമില്ലാത്ത പതിരാണോ? നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പാറി സഞ്ചരിക്കുന്നവരാണ്. ഈ പ്രഭാതത്തിങ്കിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പതിരായി പോവാതെ കതിരായി നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.